ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫ് നടപ്പിലാക്കുന്നത് വീണ്ടും നീട്ടി അമേരിക്ക. 90 ദിവസത്തേക്കാണ് അധിക താരിഫ് ചുമത്തുന്നത് നീട്ടിവച്ചത്. നേരത്തെ നൽകിയ കാലാവധി അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 64% അധിക താരിഫ് ഏർപ്പെടുത്തിയ നടപടിയാണ് നീട്ടിവച്ചത്. താരിഫ് ചുമത്തുന്നത് നീട്ടിവയ്ക്കുന്നത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ഒപ്പിട്ടു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ. ഇപ്പോൾ ദുർഗ സൂചിപ്പിച്ചതുപോലെ 64% അധിക താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ട്രംപ് നടപ്പാക്കിയിരുന്നു. ഈ ട്രംപ് ചൈനയ്ക്കെതിരെ ചുമത്തിയ ഈ അധിക താരിഫ് നിർത്തലാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. അല്ലെങ്കിൽ അതിൽ സംബന്ധിച്ച നെഗോസിയേഷൻസ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നവംബർ 9 വരെ വീണ്ടും താരിഫ് ചുമത്തുന്നത് ദീർഘിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ട്രംപ് ഇന്നലെ ഒപ്പിട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് 50%-ഓളം അധിക താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ്. ഇത്തരത്തിൽ വലിയ തോതിൽ താരിഫ് ഏർപ്പെടുത്തി മറ്റൊരു രാജ്യം കൂടിയാണ് ചൈന. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 10% അധിക താരിഫ് ഏർപ്പെടുത്തി തുടക്കം മുതൽ തന്നെ, അതായത് അധികാരത്തിലേറിയ താരിഫ് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുന്ന വേളയിൽ തന്നെ ചൈനയ്ക്കെതിരെ അധിക താരിഫ് ചുമത്തുകയും മറ്റും ചെയ്തിരുന്നു. ചൈന നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായി. സ്വീഡനിൽ പല ചർച്ചകളും ഇത് സംബന്ധിച്ച് നടക്കുകയും ചെയ്തു. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയുമായി ചേർന്നുള്ള ചർച്ചകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നടന്നുവെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നവംബർ 9 വരെ വീണ്ടും ഈ താരിഫ് ചുമത്തുന്നത് 90 ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ കാര്യക്ഷമമായി നടത്താനുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസ്യൂമർ ഇമ്പോർട്ട് രാജ്യമാണ്. അതായത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. സ്വാഭാവികമായും ചൈനയുമായി വലിയ തോതിലുള്ള താരിഫ് ചുമത്തുന്നതെല്ലാം തന്നെ വിലക്കയറ്റത്തിന് വലിയ തോതിൽ കാരണമാകുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചാണ് 64% അധിക താരിഫ് ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച തീരുമാനത്തിൽ 90 ദിവസത്തേക്ക് ഒരു മരവിപ്പിക്കൽ വീണ്ടും നടപ്പാക്കിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ദുർഗ. ശരി ഐസൺ.